യെരൂശലേമിലെ മലമേൽ ഓരുകിലെന്നെ ആരേറ്റി കരവാഹനനായി പുരി പോകും പരസുതനെ ഞാൻ കാണുന്നു. ഓശാന ഓശാന ദാവീദാത്മജനോശാന ഓശാന ഓശാന ദാവീദാത്മജനോശാന. മനോഹരമായിട്ടുള്ള നല്ല സന്ദർഭത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് ക്രൈസ്തവ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യതയുള്ളതായി കരുതപ്പെടുന്ന ഒരു ദിവസമാണ്. കാരണം ക്രൈസ്തവ ദേവാലയങ്ങളിലൊക്കെയും ഹോശാന ആഘോഷങ്ങൾ നടത്തപ്പെടുന്ന അനുഗ്രഹീതമായ ദിവസം എന്നതുകൊണ്ടാണ്. തിരുവചനത്തിനകത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 21 അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായത്തിലുമൊക്കെ ഈ സംഭവങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. നാം സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 9 അധ്യായം 9 വാക്യം വായിക്കുമ്പോൾ ഇത് പഴയ നിയമത്തിലെ ഒരു പ്രവചനത്തിൻ്റെ നിവർത്തീകരണമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓശാന എന്നുള്ളതായ എബ്രായ പദത്തിൻ്റെ മലയാള അർത്ഥങ്ങളെന്ന് പറയുന്നത് ദൈവത്തിന് സ്തുതിയെന്നും ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളെ സഹായിക്കുക എന്നൊക്കെയുള്ള അർത്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ 2 സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ചിന്തകൾ നിലനിൽക്കുന്നത് എന്ന വസ്തുത കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്രായേൽ ജനം മിസ്രയീമിലെ അടിമത്തത്തിൽ ആയിരുന്നതായ ഒരു കാലഘട്ടമുണ്ട്. അവിടെ നിന്ന് വീണ്ടെടുക്കപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നതായ സന്ദർഭം മുതൽ ഇസ്രായേൽ മക്കൾ ഏറ്റവും പ്രധാനമായി ആചരിച്ചിരുന്ന പെരുന്നാളുകളുടെ കൂട്ടത്തിൽ ഒരു പെരുന്നാളായിട്ടാണ് കൂടാര പെരുന്നാൾ നിലനിൽക്കുന്നത് എന്ന വസ്തുത നാം തിരിച്ചറിയണം. ഈ വിഷയത്തെ സംബന്ധിച്ച് ആവർത്തന പുസ്തകം 16 അധ്യായം 33 വാക്യത്തിലും ലേവ്യ പുസ്തകം 23 അധ്യായം 36 വാക്യത്തിലും യഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 45 അധ്യായം 25 വാക്യത്തിലും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. 7 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ഉത്സവമായിട്ടാണ് കൂടാര പെരുന്നാളിൻ്റെ നാളുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നെഹമ്യ പ്രവാചകൻ്റെ പുസ്തകം 8 അധ്യായം 18 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ കൂടാര പെരുന്നാൾ ദിനത്തോട് ചേർത്ത് ശബത്ത് ദിനം കൂടെ ചേർക്കുകയും അങ്ങനെ കൂടാര പെരുന്നാളിൻ്റെ കാലഘട്ടം 8 ദിവസങ്ങളായി തീരുകയും ചെയ്തു എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ ആചാരങ്ങളെന്ന് പറയുന്നത് വാസ്തവത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയായിട്ട് ഇസ്രായേൽ മക്കളൊക്കെയും അവരുടെ കൂടാരവാതുക്കൽ ഈന്തപ്പനയുടെ ഓലകൾ കൊണ്ടും വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾ കൊണ്ടും മനോഹരമായിരിക്കുന്ന കൂടാരങ്ങൾ നിർമ്മിക്കുകയും മുറ്റത്തും പരിസരങ്ങളിലുമൊക്കെ അതിൽ വിതറിയിടുകയും ചെയ്തുകൊണ്ട് അവരുടെ പിതാക്കന്മാരെ വിടുവിച്ചതായ ദൈവത്തെ ഓർക്കുന്നതായ ഒരാചാരമായിട്ടാണ് കൂടാര പെരുന്നാൾ അവർ ആചരിച്ചിരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ചിന്ത കാണുവാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല രണ്ടാമതും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇവർ യെരൂശലേമിലെ ദേവാലയത്തിലേക്ക് കൂടാര പെരുന്നാൾ ആഘോഷത്തിനു വേണ്ടി കടന്നു വരുമ്പോൾ അവരുടെ കൈകളിൽ ഈന്തപ്പന ഓലകളും വൃക്ഷത്തിൻ്റെ ചെറിയ ശിഖരങ്ങളും മുറിച്ചെടുത്തു കൊണ്ടുവരികയും 7 ദിവസങ്ങൾ യാഗപീഠത്തിനു ചുറ്റിലും ഓരോ പ്രാവശ്യം ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ നടക്കുകയും ചെയ്യും. 8ാമത്തെ ദിവസം 7 പ്രാവശ്യം യാഗപീഠത്തെ അവർ ആ നിലകളിൽ വലയം ചെയ്യുമായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് പുതിയ നിയമത്തിലെ ഹോശാനയുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ചരിത്രം എന്ന് ഓർപ്പിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ചരിത്രമെന്ന് പറയുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 9 അധ്യായം അതിന് 13 വാക്യം നാം വായിക്കുമ്പോൾ യേഹു രാജാവായതായ ഒരു ചരിത്രത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ജനം യേഹുവിനെ ശ്രേഷ്ഠനായ ഒരു രാജാവായി അംഗീകരിക്കുകയും അതിൻ്റെ ആഘോഷമായിട്ട് തന്നെ പട്ടണത്തിലൂടെ ആനയിക്കുന്നതായ ഒരാഘോഷം ഒരു ഘോഷയാത്ര നടത്തുന്നതും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ആ സന്ദർഭങ്ങളിൽ അവരെന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ
അവരുടെ വസ്ത്രങ്ങളും ചില്ലിക്കൊമ്പുകളുമൊക്കെ വെട്ടിയെടുത്ത് തെരുവീഥികളിലേക്കിട്ട് അതിന് മീതെ കൂടി യേഹുവിന് മുൻപോട്ട് യാത്ര ചെയ്യുവാനുള്ള ഒരു സാവകാശം ഒരുക്കി കൊടുത്തു എന്ന ചരിത്രം നാം കാണുമ്പോൾ, ജനങ്ങളാൽ ബഹുമാനിക്കപ്പെട്ടിട്ടുള്ള യുദ്ധവീരന്മാരായ ആളുകളെയും സേട്ടന്മാരായി ജനത്താൽ അംഗീകരിക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതായ രാജാക്കന്മാരെയുമൊക്കെ അംഗീകരിക്കുന്നതിൻ്റെ അംഗീകാര സൂചനയായി ഈ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നതും നാം മനസ്സിലാക്കുമ്പോൾ, പുതിയ നിയമത്തിലെ ഓശാന ആഘോഷവുമായി ബന്ധപ്പെട്ട് ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പുത്രനായി അംഗീകരിക്കുകയും ലോക രക്ഷകനായി അംഗീകരിക്കുകയും ചെയ്തതായ ഒരു കൂട്ടം ആളുകൾ യേശു കർത്താവിനെ യെരൂശലേമിൻ്റെ തെരുവീഥികളിലൂടെ ആനയിച്ചതായ ചരിത്രവും രേഖപ്പെടുത്തപ്പെടുമ്പോൾ, പഴയ പുതിയ നിയമത്തിലെ പ്രവചനവും പ്രവചന നിവൃത്തീകരണവും എന്ന ചിന്തയുമായി ബന്ധപ്പെട്ട് നാം ആലോചിച്ചു നോക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സൂചനയായി അവർ നടത്തിയിരുന്ന കൂടാരപ്പെരുന്നാളും അധികാരത്തിൻ്റെ സൂചനയായി, അംഗീകാരത്തിൻ്റെ സൂചനയായി യേഹുവിന് ലഭിക്കപ്പെട്ടതായ അംഗീകാരത്തിൻ്റെ സൂചനയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഭാഗത്തെ നാം പഠിക്കുമ്പോൾ, ലോക രക്ഷകനായി ലോകത്തിലേക്ക് കടന്നു വരികയും ലോകത്തിലുള്ള സകല മാനവജാതിക്കും രക്ഷ നൽകുവാൻ അവകാശമുള്ളതും അധികാരമുള്ളതുമായ ഒരാളാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് അംഗീകരിച്ചുകൊണ്ട് യെരൂശലേമിലുള്ളതായ വ്യക്തിത്വങ്ങൾ യേശു ക്രിസ്തുവിന് കൊടുക്കുന്നതായ അംഗീകാരത്തിൻ്റെ സൂചനയായിട്ടാണ് ഈ മഹനീയ ശുശ്രൂഷയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നെങ്കിൽ മാത്രമേ ഓശാനയുടെ പ്രാധാന്യതയുടെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും ആ നിലകളിൽ നമുക്ക് മുൻപോട്ട് പോകുവാനും സാധിക്കുകയുള്ളൂ. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ദേവാലയങ്ങളിലേക്ക് കടന്നു പോകുകയോ ദേവാലയങ്ങൾ പുഷ്പങ്ങളോ അല്ലെങ്കിൽ ചില്ലിക്കൊമ്പുകളോ ഇലകളോ വിതറി ആഘോഷിക്കുന്നു എന്നതിനപ്പുറത്ത് ലോകരക്ഷകനായി, എൻ്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പുകാരനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ രക്ഷകൻ, നമ്മുടെ സഹായകൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തിനകത്ത് യേശു ക്രിസ്തുവിന് ഒരു അംഗീകാരം കൊടുത്ത് ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിയുന്നെങ്കിൽ അതാണ് ഒരാഘോഷത്തേക്കാൾ പ്രാധാന്യതയുള്ള ഘടകമെന്നോർത്തുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമുക്കോരോരുത്തർക്കും മുൻപോട്ട് പോകുവാനും യേശു ക്രിസ്തുവിലൂടെയുള്ള ആ നിത്യരക്ഷയെ കരസ്ഥമാക്കേണ്ടതിനും പ്രാർത്ഥിക്കുകയും മുന്നേറുകയും ചെയ്യാം. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് കർത്താവും രക്ഷകനുമായ യേശു മശിഹയെ കൂടുതലായി അംഗീകരിപ്പാനും അനുസരിപ്പാനും അങ്ങയിലൂടെയുള്ള നിത്യജീവനെ അവകാശമായി പ്രാപിപ്പാനും തക്കവണ്ണമുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമായി തീരേണ്ടതിന് ഞങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനം കേട്ട ഞങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാനിടയാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.